मित्रों, इस केरल की धरती पर ही सैकड़ों वर्ष पूर्व आदि शंकराचार्य का जन्म हुआ था, जिन्होंने सनातन धर्म की स्थापना के लिए, पुनर्स्थापना के लिए पूरे देश के अंदर भ्रमण किया था। और केरल की वो धरती है जो सनातन धर्म की प्रेरणा स्थली बनी, और जहां पर आदि शंकराचार्य ने जहां से धर्म जागरण का जो अभियान प्रारंभ किया, देश के 4 कोनों में 4 पीठों की स्थापना करके भारत की सनातन आस्था के आधार स्तंभ वे बन पाए। श्री नारायण गुरु ने केरल की धरती से सामाजिक समता का जो भाव जागृत किया, आज भी वह हमें एक नई प्रेरणा प्रदान कर रहा है। सनातन आस्था की इस पावन भूमि को कौन आस्थावान भारतीय होगा जो सम्मान न देता हो। और आप भारतीय जनता पार्टी और एनडीए से जुड़े हुए जितने भी एलाइज हैं, मैं उन सबको केरल के अंदर एक लंबे संघर्ष के उपरांत आज आप जिस स्थिति में पहुंचे हैं, आपके संघर्ष को अभिनंदन करता हूं, स्वागत करता हूं। കേരളം എന്ന് പറയുന്നത് ശ്രീ ആദിശങ്കരാചാര്യന്റെ ജന്മനാടാണ്. അദ്ദേഹം സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട്, സനാതനധർമ്മം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭാരതമൊട്ടാകെ അദ്ദേഹം യാത്ര ചെയ്തു. ഭാരതത്തിന്റെ 4 ദിക്കുകളിൽ അദ്ദേഹം അതിന്റെ മഠങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ജനിച്ച മഹത് വ്യക്തിയായ ശ്രീ നാരായണ ഗുരു അവർ സമൂഹത്തിന് വേണ്ടി അദ്ദേഹം സമൂഹത്തിലെ സാമൂഹ്യ നീതിക്ക് വേണ്ടിയും സമൂഹത്തിൽ സാമൂഹിക തുല്യതയ്ക്ക് വേണ്ടിയും അദ്ദേഹം നിലകൊണ്ടു. അദ്ദേഹവും സനാതനധർമ്മം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതമാണ് അദ്ദേഹവും നയിച്ചത്. കേരളത്തിലെ എല്ലാ ജനങ്ങളും, കേരളത്തിൽ പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സഹയാത്രികരായിട്ടുള്ള മറ്റെല്ലാവരും തന്നെ ഈ സനാതന മൂല്യങ്ങളും സനാതന ധർമ്മങ്ങളും ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് നാം ഓരോരുത്തരും കടന്നുപോയിട്ടുള്ള അതികഠിനമായ പാത, അത് ഓർത്ത് എനിക്ക് നിങ്ങളോട് വളരെ അഭിമാനം തോന്നുകയാണ്. मित्रों, केरल सनातन आस्था की भूमि रही है, लेकिन आजादी के पूर्व से जो षड्यंत्र केरल के खिलाफ प्रारंभ हुए, आजादी के बाद मुस्लिम लीग और कांग्रेस का गठबंधन और साथ साथ एलडीएफ ने भी उस षड्यंत्र को विश्वासघात में बदल करके केरल के विकास को बाधित किया है। केरल विकास की जिन बुलंदियों को छूना चाहिए था, उससे कहीं न कहीं पिछड़ गया है। आज इसका प्रमाण है कोविड प्रबंधन में केरल की सरकार की पूरी तरह विफल हो जाना। ये इस बात को साबित करता है कि यहां पर पूरी सरकारी मशीनरी हर तरीके से विफल साबित हुई है, क्योंकि चाहे वह यूडीएफ रहा हो, चाहे वह एलडीएफ हो, इन दोनों ने सत्ता में पहुंचकर यहां पर परिवारवाद को जन्म दिया, भ्रष्टाचार को जन्म दिया, अव्यवस्था और अराजकता को जन्म दिया। यही कारण है कि केरल की जनता के हित में, केरल की सनातन संस्कृति के हित में और केरल के युवाओं के भविष्य के हित में यहां पर इन दोनों सरकारों के द्वारा कोई भी कार्य नहीं किया गया। केवल दोनों में आपसी सत्ता के समझौते के तहत
5-5 वर्ष का एग्रीमेंट होता है, 5 वर्ष एलडीएफ, 5 वर्ष यूडीएफ, और इसका खामियाजा भुगतना पड़ता है केरल की जनता को। हम सब आपका आह्वान करने के लिए आए हैं कि केरल का एक ही विकल्प है, और वो विकल्प है एनडीए, बीजेपी और उसका एलआईजी उसका एकमात्र विकल्प है, और उस विकल्प पर विश्वास करते हुए उसे सहयोग देने की आवश्यकता है। കേരളവും എക്കാലവും സനാതനധർമ്മത്തിന്റെ പാതയിൽ കൂടെ കടന്നുപോയ ഒരു പ്രദേശമാണ്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേരളത്തിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് കക്ഷികൾ കേരളത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവർ മുസ്ലിം ലീഗിനെയും മറ്റ് വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിന്റെ വളർച്ചയെ അവർ പിന്നോട്ടടിച്ചു. ഇവിടെ അതിന്റെ ഫലമായിട്ട് കേരളത്തിൽ സർക്കാരിന്റെ മിഷനറികൾ, സർക്കാരിന്റെ വ്യവസ്ഥകൾ ഇവിടെ പരാജയപ്പെട്ടൊരവസ്ഥയാണ് നാം കാണുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് കോവിഡ് കാലത്ത് കേരളത്തിന്റെ പരാജയം. കോവിഡിനെ നേരിടുന്നതിൽ കേരളത്തിലുണ്ടായ പരാജയം അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. കേരളത്തിൽ യുവാക്കളെ വഞ്ചിക്കുന്ന, ചെറുപ്പക്കാരെയും പുതുതലമുറയും വഞ്ചിക്കുന്ന ഒരു സമീപനമാണ്, ഒരു രീതിയാണ് കേരളത്തിൽ 5 വർഷം മാറി മാറി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൈക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ടു കൂട്ടരും അവരവരുടെ സ്വജനപക്ഷപാതവും അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നില്ല. ഇതിന് ഒരു മോചനമുണ്ടാകാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു നല്ല ഒരു ഭാവി നൽകുവാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിനെയും ഭാരതീയ ജനതാ പാർട്ടിയെയും അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. मित्रों, सनातन आस्था की ये भूमि लगातार केरल के वासियों के साथ विश्वासघात की भूमि बनती जा रही है। कांग्रेस और मुस्लिम लीग का जो गठबंधन है, और इसके साथ ही पीएफआई और एसडीपीएफ किस प्रकार के षड्यंत्रों में लिप्त हैं, ये किसी से छुपा हुआ नहीं है। लगातार इनकी राष्ट्र विरोधी गतिविधियां केरल को एक गंभीर संकट की ओर धकेल रही हैं। लेकिन यूडीएफ और एलडीएफ दोनों ने आंखों में पट्टी बांध करके इनकी हर प्रकार की राजक और अवैध गतिविधियों को पूरी छूट दे रखी है। यही कारण है ना यूडीएफ की सरकार और न एलडीएफ की ही सरकार एंटी लव जिहाद का कोई कानून केरल के अंदर बनाने में पूरी तरह विफल नहीं है। उत्तर प्रदेश के अंदर हमारी सरकार ने एंटी लव जिहाद का एक्ट बना करके आज उत्तर प्रदेश के अंदर लागू कर दिया है। आखिर ये कानून केरल के अंदर क्यों लागू नहीं हो सकता, जबकि इसमें टारगेट किया जा रहा है। इस सब के बावजूद 2009 में केरल हाई कोर्ट ने स्वयं भी लव जिहाद पर चिंता व्यक्त करते हुए केरल की तत्कालीन सरकार को इस बारे में निर्देशित किया था कि लव जिहाद के खिलाफ कोई प्रभावी कानून बनाए। लेकिन चूंकि इस पूरे षड्यंत्र में पीएफआई, एसडीपीआई, मुस्लिम लीग और अन्य जिहादी ताकतें इसके साथ जुड़ी हुई हैं, इसलिए अपने वोट बैंक के लिए केरल की जनता के साथ एलडीएफ और यूडीएफ धोखा दे रही हैं, धोखा कर रही हैं। आप सबको इसके बारे में अवगत कराने के लिए ही आज मैं आपके बीच में यहां पर उपस्थित हुआ हूं। സനാതന മാർഗം പിന്തുടർന്നു വന്ന കേരളത്തിൽ ഒട്ടും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള പ്രവൃത്തികളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് കക്ഷികൾ കോൺഗ്രസും മുസ്ലിം ലീഗും കൈകോർത്തുകൊണ്ട് അവർ SDP-യോടും പോപ്പുലർ ഫ്രണ്ടിനോടും കൈകോർത്തുകൊണ്ട് കേരളത്തിനെ ഒരു വല്ലാത്തൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് അവരെത്തിച്ചിരിക്കുകയാണ്. ഇത് ഒരു രഹസ്യമായ കാര്യമല്ല, പരസ്യമായ കാര്യമാണ്. എന്നാൽ ഇവിടെ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടത്തിന് ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവർ സ്വയം അന്ധത നടിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. ഇവിടെ ലവ് ജിഹാദിനെതിരായിട്ട് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിനെതിരെ ചർച്ചകൾ നടക്കുമ്പോൾ കേരള ഹൈക്കോടതി വരെ 2009 ലവ് ജിഹാദിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം കൊടുക്കുകയും ഇതിനകത്തൊരു നടപടി ഉണ്ടാവണം, നിയമനിർമ്മാണം ഉണ്ടാവണം എന്നാവശ്യപ്പെട്ടിട്ട് പോലും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധികാരവർഗത്തിന് ഇതിനകത്തൊരു നിയമം നിർമ്മിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഉത്തർപ്രദേശിൽ ലവ് ജിഹാദിനെതിരായിട്ട് ഒരു നിയമം നിർമ്മിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് കേരളം ഭരിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു നിയമം കേരളത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കാത്തത്? കോടതി പറഞ്ഞിട്ട് പോലും ഇതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ കേരളത്തിലെ അധികാരവർഗം തയ്യാറായിട്ടില്ല. അതിനെതിരെ, ഇത്തരം അനീതികൾക്കെതിരെ, ഇത്തരം ചെയ്തികൾക്കെതിരെ ഒന്ന് നിങ്ങളെ ഉണർത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. मित्रों, केरल के अंदर LDF और UDF, इनमें प्रतिस्पर्धा विकास को लेकर के नहीं, बल्कि इनकी प्रतिस्पर्धा भ्रष्टाचार को लेकर के है। सत्ता में लूट खसोट करना, सत्ता का दुरुपयोग करना, केंद्र शासन की ओर से आने वाली विकास की योजनाओं को अपने स्वयं के हितों के लिए, अपने स्वयं के कैडर के हितों के लिए लगा देना और केरल की जनता को उन योजनाओं से वंचित करना, ये इनकी पहचान बन चुकी है। अब केरल में तो कुछ नया भी देखने को मिल रहा है। केरल के CM श्री P. विजयन के कार्यालय का गोल्ड की तस्करी में लिप्तता, ये तो एक सर्वनाक घटना है भारत के इतिहास की। और इसीलिए आप सबको अवगत कराने के लिए आए हैं कि केरल का हित न तो UDF कर पाएगा, न LDF कर पाएगा। केरल को विकास की बुलंदियों तक पहुंचाने के लिए, केरल के युवाओं को रोजगार देने के लिए, केरल की मातृशक्ति के सम्मान के लिए और केरल के किसानों के उत्थान के लिए, केरल के मछुआरा समुदाय की आजीविका को सुरक्षित करने के लिए केवल और केवल NDA एकमात्र विकल्प है। और NDA के साथ आप सबको जोड़ने का आह्वान करने के लिए ही आज NDA के प्रत्याशी के पक्ष में आप सबसे अपील करने के लिए मैं आपके बीच में यहां पर उपस्थित हुआ हूं। കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ ഒരു ശക്തമായ ഒരു അന്തർധാര നിലനിൽക്കുന്നു. ഈ അന്തർധാര കേരളത്തിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ല, കേരളത്തിന്റെ വികസനമല്ല ഈ അന്തർധാരയുടെ ഉദ്ദേശം. മറിച്ച് ഈ അന്തർധാര, ഈ കൂട്ടുകെട്ടിന്റെ ഉദ്ദേശം കേരളത്തിനെ കൊള്ളയടിക്കുക എന്നുള്ളത് മാത്രമാണ്. കേരളത്തിന്റെ വികസനം പിന്നോട്ടടിക്കുക, കേന്ദ്രത്തിൽ നിന്നും വരുന്ന എല്ലാ ഫണ്ടുകളും, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ ഫണ്ടുകളും അവർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടും പാർട്ടിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ലഭ്യമാക്കാതെ ഉള്ളൊരു പ്രവൃത്തിയാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾക്ക് ഒരു ഭാവിയില്ലാത്തൊരവസ്ഥ, വളരെ ലജ്ജാകരമായ ഒരവസ്ഥയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്വർണ്ണക്കടത്തിൽ പെട്ടിരിക്കുന്നു. ഇത്തരമൊരു സംഭവം കേരളത്തിൽ വളരെ ലജ്ജാകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക്, യുവതലമുറയ്ക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ അമ്മമാർക്കും നമ്മുടെ സഹോദരികൾക്കും സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട്, നമ്മുടെ കർഷകർക്ക് അവരുടെ ഭാവി ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട്, മത്സ്യത്തൊഴിലാളികളുടെ ഭാവി ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ട് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ.
ദേശീയ ജനാധിപത്യ സഖ്യം മാത്രമേ അതിന് പരിഹാരമായിട്ടുള്ളൂ. ദേശീയ ജനാധിപത്യ സഖ്യവും BJPയുമാണ് അതിനുള്ള പരിഹാരം. भाइयों बहनों, आज केरल की जो आवश्यकताएं हैं, यहां के युवाओं को रोजगार चाहिए, लेकिन केरल की पब्लिक सर्विस कमीशन LDF सरकार के भ्रष्टाचार का अड्डा बन चुका है. यहां पे नौकरी योग्यता के आधार पर नहीं, बल्कि वह LDF के कैडर को रोजगार बांटने का एक माध्यम बन गया है. कई केरल के युवाओं को आत्महत्या करने के लिए मजबूर होना पड़ा है. ये चीजें बताती हैं कि भ्रष्टाचार किस कदर तक यहां के युवाओं को डिप्रेशन में डाल रहा है. लेकिन केरल की LDF सरकार इस ओर से आंखें मूंदी हुई हैं. उसे युवाओं की चिंता नहीं है, उसे केरल में महिलाओं की चिंता नहीं है, उसे केरल में यहां के मछुआरा समुदाय की चिंता नहीं है, और उसे केरल के अंदर केरल के किसानों की भी चिंता नहीं है. भाइयों बहनों, जो अपार संभावनाएं केरल के अंदर है, इन अपार संभावनाओं को आगे बढ़ाने का कार्य बीजेपी कर सकती है, क्योंकि बीजेपी ने प्रधानमंत्री मोदी जी के नेतृत्व में पिछले 7 वर्षों में देश के अंदर जिन प्रकार की योजनाओं को ले जाकर के लोक कल्याणकारी कार्यक्रमों को आगे बढ़ाया है, वो आप सबके सामने है. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, യുവതലമുറ ആഗ്രഹിക്കുന്നത് തൊഴിലാണ്. എന്നാൽ ഈ തൊഴിൽ നൽകേണ്ട പബ്ലിക് സർവീസ് കമ്മീഷൻ BSc എന്ന് പറയുന്ന സ്ഥാപനം യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നില്ല. മറിച്ച് ആർക്കാണ് തൊഴിൽ നൽകുന്നത്? PSc എന്ന് പറയുന്നത് എന്ന് പാർട്ടി സഹാക്കന്മാർക്ക് വേണ്ടിയും പാർട്ടി സഹാക്കന്മാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും കുടുംബക്കാർക്ക് വേണ്ടിയും മാത്രം തൊഴിൽ നൽകുന്ന ഒരു ഏജൻസിയായി കേരളത്തിൽ മാറിയിരിക്കുകയാണ്. കേരളത്തില് ഇതിന്റെ ഫലമായിട്ട് യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കാത്തതിന്റെ ഫലമായിട്ട് കേരളത്തിലെ ജനങ്ങളെ മൊത്തം നിരാശയിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ യുവതലമുറ നിരാശയിലാണ്. PSc എഴുതി ജോലി പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അമ്മമാരുടെയും സ്ത്രീകളുടെയും സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, പാടത്ത് പണിയെടുക്കുന്ന കൃഷിക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ തലമുറകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. അവരുടെ തലമുറകൾക്ക് വേണ്ടിയിട്ട്, അവരുടെ തലമുറകൾ ഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട്, അവരുടെ തൊഴിലവസരങ്ങൾ ഭദ്രമാക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ ഇനിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും മാത്രമേ സാധിക്കൂ. നമ്മൾക്ക് ഉള്ള വിഭവശേഷികൾ, പല രീതിയിലുള്ള വിഭവശേഷികൾ ഇവിടുത്തെ കേരളം ഭരിക്കുന്ന ഭരണകൂടം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമാണ്. ഇത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കുന്നത് ഇവിടുത്തെ BJPക്ക് മാത്രമേ സാധിക്കൂ. ഇത് പറയുവാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ ഈ അവസരം എടുക്കുന്നു. मित्रों, कोरोना प्रबंधन देश के अंदर कैसे होना चाहिए, प्रधानमंत्री मोदी जी के नेतृत्व में पूरे देश ने इस लड़ाई को बहुत नजदीक से देखा. दुनिया के अंदर एक मिसाल बनी. हम आभारी हैं प्रधानमंत्री मोदी जी के, जिन्होंने गरीब कल्याण पैकेज के माध्यम से अब घर गरीब को राशन की निःशुल्क सुविधा उपलब्ध कोरोना कालखंड में उपलब्ध कराई. रसोई गैस के सिलेंडर निःशुल्क उपलब्ध करवाने का कार्य किया. जनधन अकाउंट धारी हर महिला के खाते में 500 रुपए अतिरिक्त देने का कार्य किया. निराश्रित महिला, वृद्धावस्था पेंशन धारक, दिव्यांगजन पेंशन धारकों को अतिरिक्त राशि उपलब्ध करवाने का कार्य किया. और प्रधानमंत्री किसान सम्मान निधि में भी अतिरिक्त धनराशि देकर के उन किसानों के जीवन में भी खुशहाली लाने का कार्य विपत्ति के समय में प्रधानमंत्री मोदी जी के नेतृत्व में भारतीय जनता पार्टी की NDA सरकार लेकर के आई थी.
और यही नहीं, आत्मनिर्भर भारत पैकेज के अंदर एमएसएमई यूनिट के लिए भी बेहतरीन कार्य और पैकेज देकर के भारत को आत्मनिर्भरता के लक्ष्य की ओर अग्रसर करने का कार्य प्रधानमंत्री मोदी जी के नेतृत्व में हुआ है। कोरोना प्रबंधन के साथ देश के अंदर चल रही तमाम प्रकार की विकास की योजनाएं और एक गरीब के जीवन में परिवर्तन लाने वाली लोक कल्याण की योजनाएं, ये किसी से छुपी हुई नहीं है। കൊറോണ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് ഏത് രീതിയിലാണ് അതിനെ നേരിട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൊറോണ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയിട്ട് സൗജന്യ റേഷൻ, അതുപോലെ തന്നെ ഗ്യാസ് കണക്ഷനുകൾ, ജൻധൻ അക്കൗണ്ട് വഴി പാവപ്പെട്ടവർക്ക് 500 രൂപ വീതം എത്തിക്കുക, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി കർഷക കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങായി ധനസഹായം ബാങ്ക് അക്കൗണ്ട് വഴി എത്തിക്കുക, അതുപോലെ പല പല രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെയും ഒരു കൈത്താങ്ങ് നൽകുവാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കൈക്കൊണ്ട നടപടികൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വിഷയമാണ്. അക്കാലഘട്ടത്തിൽ ആത്മനിർഭർ ഭാരത് പദ്ധതി വഴി ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നമ്മൾക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല, വ്യാവസായിക മേഖലയിൽ ചെറുകിട വ്യവസായങ്ങൾ നിലനിൽക്കുവാൻ വേണ്ടിയിട്ടും ഈ കൊറോണ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ കൈത്താങ്ങായി പ്രവർത്തിച്ചുവെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. मित्रों, हम भारत के प्रधानमंत्री नरेंद्र मोदी जी का और भारत के वैज्ञानिकों का हृदय से अभिनंदन करते हैं, जिन्होंने कोरोना महामारी से बचाने के लिए 2 स्वदेशी वैक्सीन दिए। और आज मुझे बताते हुए प्रसन्नता है कि आज 1 अप्रैल से 45 वर्ष के हर एक नागरिक को मुफ्त में वैक्सीन लगाने की घोषणा भारत सरकार ने कर दी है। ये वैक्सीन हर एक नागरिक को फ्री में हर सरकारी सेंटर में लगने जा रहा है। हम लोग अधिक से अधिक मात्रा में वैक्सीन लगा करके कोरोना के खिलाफ देश की लड़ाई को ही विजयी बनाएंगे और साथ साथ केरल विधानसभा चुनाव में भी भारतीय जनता पार्टी और एनडीए को विजयी बनाने का कार्य करेंगे। കൊറോണയെ നേരിടുവാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ശ്രമഫലമായി 2 വാക്സിനാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിൽ കൊറോണയെ ഫലപ്രദമായി നേരിടുവാൻ വേണ്ടിയിട്ട് സർവ്വരീതിയിലുള്ള മാർഗങ്ങളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ബിജെപിയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെയും അധികാരത്തിൽ കൊണ്ടുവന്ന് ഇത്തരം നല്ല പ്രവൃത്തികൾക്ക്, ജനോപകാരമായ പ്രവൃത്തികൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിജെപി അധികാരത്തിലെത്തിക്കുവാൻ. मित्रों, भारतीय जनता पार्टी जो कहती है वो करके दिखाती है। आपने देखा होगा, कांग्रेस नेतृत्व की सरकार ने देश के संविधान में 1952 में कश्मीर में आर्टिकल 370 डाल करके देश में आतंकवाद की नींव बोने का कार्य किया था। लेकिन भारतीय जनता पार्टी नेतृत्व की एनडीए सरकार मोदी जी के नेतृत्व में आर्टिकल 370 को समाप्त करके आतंकवाद को हमेशा के लिए समाप्त कर दी है। आज अगर केरल का नौजवान भी चाहेगा तो जम्मू कश्मीर के अंदर अपना आवास ले सकता है, कोई उन्हें रोक नहीं सकता। और जम्मू कश्मीर विकास की मुख्य धारा के साथ जुड़ करके तेजी के साथ आगे बढ़ा है। एक भारत श्रेष्ठ भारत की परिकल्पना को साकार करने का कार्य आज भारत के अंदर प्रधानमंत्री मोदी जी के नेतृत्व में भारतीय जनता पार्टी की सरकार कर रही है। എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭാരതീയ ജനതാ പാർട്ടി എന്ത് പറയുന്നു അത് ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനമാണെന്നുള്ളത്. ഭാരതീയ ജനതാ
പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും. കശ്മീരിന്റെ കാര്യത്തിൽ ഭരണഘടനയുടെ 307 അനുച്ഛേദം നിലനിൽക്കണമെന്ന് 1992 അന്ന് ഭരിച്ചിരുന്നവർ അത് പറഞ്ഞപ്പോൾ അത് മാറണമെന്ന് നാം പറഞ്ഞിരുന്നു. അത് 307 അനുച്ഛേദം നാം മാറ്റിക്കൊണ്ട് നമ്മളുടെ വാക്ക് നാം പാലിച്ചു. ഇന്ന് ഇന്ത്യയിലുള്ള ഏതൊരു ചെറുപ്പക്കാരനും ഏതൊരു വ്യക്തിക്കും കശ്മീരിൽ ഭൂമി വാങ്ങാവുന്ന ഒരവസ്ഥയാണ്. ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ, ഇലക്ഷന് മുമ്പായി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ആഗ്രഹിക്കുന്നത് ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ഭാരതം, ഒരൊറ്റ ജനത എന്നുള്ളതാണ്. मित्रों, कांग्रेस नेतृत्व में तुष्टीकरण की राजनीति आजादी के बाद से ही प्रारंभ हो गई थी और यही कारण रहा कि कांग्रेस ने देश की समस्याओं को सुलझाने की बजाय उलझाने का कार्य किया। अयोध्या में श्री राम जन्मभूमि पर मर्यादा पुरुषोत्तम भगवान श्री राम का भव्य मंदिर का निर्माण हो, कांग्रेस और उसके सहयोगी दल कभी नहीं चाहते थे कि कार्य हो। लेकिन जब देश की जनता ने प्रधानमंत्री मोदी जी पर विश्वास किया, प्रधानमंत्री बनने के बाद उन सभी समस्याओं का समाधान करते हुए, अवरोधों को समाप्त करते हुए आज अयोध्या में भगवान श्री राम के भव्य मंदिर के निर्माण का कार्य तेजी के साथ प्रारंभ हो चुका है। और मैं अभिनंदन करूंगा केरल के सभी नागरिकों का जिन्होंने राम जन्मभूमि मंदिर निर्माण के लिए समर्पण निधि में भारी संख्या में सहयोग करके राम मंदिर निर्माण के कार्यक्रम में अपना योगदान दिया है। मैं इसके लिए आप सबका हृदय से अभिनंदन करता हूं, उत्तर प्रदेश वासियों की ओर से आभार भी व्यक्त करता हूं। സ്വാതന്ത്ര്യ സമയം മുതൽ തന്നെ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് പ്രീണനത്തിന്റെ നയമാണ്. അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്ര വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവണമെന്ന് കോൺഗ്രസ് ഒരു കാലത്തും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കുക മാത്രമല്ല, രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട്, രാമജന്മഭൂമി ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും ഇതിന് സമർപ്പണം ചെയ്ത എല്ലാ വ്യക്തികളോടും, ഈ നിധിയിലേക്ക് സമർപ്പണം ചെയ്ത എല്ലാ വ്യക്തികളോടും ഞാൻ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്നും എന്റെ വ്യക്തിപരമായ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരോടും എന്റെ നന്ദിയും അതുപോലെ തന്നെ യുപിയുടെ ജനങ്ങളുടെ നന്ദിയും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. मित्रों, मेरी आप सबसे अपील है, बीजेपी युवाओं के लिए, गरीबों के लिए, महिलाओं के लिए, किसानों के लिए, मजदूरों के लिए, समाज के प्रत्येक तबके के लिए बिना भेदभाव के विकास की योजनाओं को लेकर के आई है। प्रधानमंत्री मोदी जी ने तो एक ही मंत्र दिया है, सबका साथ और सबका विकास। सबका साथ और सबके विकास के इस मंत्र को अंगीकार करते हुए हम प्रत्येक नागरिक के पास जाकर के बीजेपी के प्रत्याशी, एनडीए समर्थित प्रत्याशी श्री के सोमन को भारी बहुमत से विजयी बना करके भेजें, यही अपील आप सबसे मुझे करते हुए मैं अपनी वाणी को विराम देता हूं। എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരളത്തിന്റെ യുവാക്കൾക്ക് വേണ്ടിയിട്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, കർഷകർക്ക് വേണ്ടിയിട്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്, അങ്ങനെ സമസ്ത മേഖലയിലുള്ളവർക്ക് വേണ്ടിയിട്ട്, അവരുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് പോലെ സബ്കെ സാത്ത് സബ്കെ വികാസ്, എല്ലാവരുടെയും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന മന്ത്രം മുന്നോട്ട് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പ്രദേശത്തുള്ള, നമ്മുടെ പ്രദേശവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട വോട്ടർമാരെ എല്ലാവരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ച് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ കെ സോമൻ ചേട്ടൻ അവർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. भारत माता की जय, भारत माता की जय, जय जय श्री राम।
श्री राम।